2-3 ദിവസം മുമ്പ് തൊട്ട് ഞാനും അച്ചാച്ചനൂടെ ഒരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും അത് സാധിച്ചു. അപ്പോൾ 8:30 ആയപ്പോഴേ ഞങ്ങൾ റെഡിയായി അവിടോട്ട് പോവാം കേട്ടോ. വേറെ എങ്ങുമല്ല, ഒരു നേഴ്സറി പോവാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നേഴ്സറിയിലൊക്കെ ഈ ഞങ്ങൾ ഓരോന്നൊക്കെ ഭയങ്കര നല്ല റേറ്റ് ആട്ടോ. അപ്പം നമ്മളിവിടെ കൈപ്പട്ടൂരാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ പോയത് കുറേ വിത്തുകൾ വാങ്ങിക്കാൻ കേട്ടോ. പയർ, പാവൽ, വെണ്ട, വഴുതനങ്ങ, അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ വിത്ത് വാങ്ങിക്കാനായിട്ട് പോയതാണേ. പിന്നെ കുറച്ച് വളം കൂടെ വാങ്ങിച്ചിട്ടോ. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ ഭയങ്കര വിലയാട്ടോ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ആരേലും ഉണ്ടെങ്കിൽ ഇതാ കൈപ്പട്ടൂരിൽ നിന്ന് വാങ്ങിക്കുന്നേ. അപ്പോൾ വാങ്ങിക്കുന്നവരൊക്കെ കാണും, പക്ഷെ അവിടെ നിന്ന് വാങ്ങിക്കുക നല്ല വിലക്കുറവുണ്ട്. വളത്തിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയുന്ന കുറേ പേര് അവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചെടിച്ചട്ടിക്കും നല്ല ഓഫറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ 2 വാങ്ങിച്ചുള്ളൂ. കാരണം ഞാൻ വാങ്ങിച്ച ഇത് 45 രൂപ കേട്ടോ. നല്ല വലിപ്പമുണ്ട്. നമ്മൾ സാധാരണ ഇത്രയും വലിപ്പമുള്ളതൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ 80 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ചെടിക്കകത്തൊക്കെ കയറി ഞങ്ങൾക്ക് പ്ലാവും മാവും ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഇച്ചിരി റേറ്റ് ആണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങളിതാ തിരിച്ചു വരുന്ന വഴിയിൽ അച്ചാച്ചൻ കടയിൽ കയറിയതാ ചായയൊക്കെ വാങ്ങി തന്ന് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ രാവിലെ ഇപ്പോൾ ഒന്നും കഴിക്കാതാണ് പോയത്. ഞാനങ്ങനെ രാവിലെ ചായ കുടിക്കുന്ന ആളല്ല കേട്ടോ. പക്ഷെ എനിക്ക് കടയിൽ നിന്നൊക്കെ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടയിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂട് ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ പെട്ടെന്ന് കുടിച്ചു. പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ച് കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഊതി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ നേരത്തെ ചായയും കുടിച്ച് വെളിയിൽ നിൽപ്പുണ്ട്, എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പിന്നെ പതുക്കെ ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ചന്ദനപ്പള്ളി, വലിയ പള്ളി എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയ പള്ളി. അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇങ്ങേ സൈഡ് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പണ്ട് 1 തൊട്ട് 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത് ഈ കാണുന്നത്. അപ്പോൾ അതാ നമ്മുടെ വീട് എത്താറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ആർക്കെങ്കിലും വിലക്കുറവ് വിത്തൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കൈപ്പട്ടൂർ പോയി വാങ്ങിക്കുക. തട്ട റോഡാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.